നയന രാവിലെ നയനയുടെ ജോലിയിലൊക്കെ ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് ആദർശ് നയനയോട് ബായിയൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. നയനയോട് നവ്യനോട് ചോദിക്കുകയാണ്, കൊള്ളാല്ലേ ഇപ്പം ആദർശോട് നല്ല സ്നേഹത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പം അതേ ചേച്ചി കുറച്ച് ദിവസമായിട്ട് നല്ല സ്നേഹത്തിലാ. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് ആദർശത്തിന് ഇടാറ്, അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട കാഡ്ബറിയൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുന്നുണ്ട്. നവ്യ പറയാണ്, അല്ല നിന്റെ അമ്മായിമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിക്കുമ്പം അത് തീരെയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നെ അംഗീകരിക്കാനും. അതേസമയം എന്നെ ആദർശമായിട്ട് അംഗീകരിച്ചാൽ എനിക്ക് അത്രയും മാത്രം മതി ചേച്ചി എന്ന് പറയാണ്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അത് പോരല്ലോ, നിന്റെ അമ്മായിമ്മ കൂടി നിന്നെ സ്നേഹിക്കണ്ടെന്ന് പറയുമ്പോൾ ഓർത്തൊരു സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ആദർശമായിട്ട് ഇനിയിപ്പോ സ്നേഹിച്ചില്ലേ, അതുപോലെ എന്നെ അമ്മയും സ്നേഹിച്ചോളൂ ചേച്ചി എന്ന് പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയാൻ കേട്ടോ നവ്യ. നയന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനും ചേച്ചി, എല്ലാവരും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം തന്നെ വല്ലാണ്ടങ്ങ് പോവില്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വിഷമവും സങ്കടമൊക്കെ തരണ്ടേ ഈശ്വരൻ, അതുകൊണ്ടാ എൻ്റെ അമ്മായിമേനെ പോലുള്ളവരെയൊക്കെ ഇങ്ങോട്ടേക്ക് പഠിച്ചു വിട്ടേക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാണ് കേട്ടോ. ഇത് കേട്ടോണ്ട് വരികയാണ് ദേവയാനി. എന്താണ് നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായടി, ഞാൻ എന്നെ പോലുള്ള ദുഷ്ടതകളൊക്കെ ഈ ലോകത്തേക്ക് ദൈവം പഠിച്ചു വിട്ടോന്നല്ല നീ പറഞ്ഞത്, ഞാൻ കേട്ടു എന്നൊക്കെ പറയാണ്. നവ്യ പറയുന്നുണ്ട്, അങ്ങനെയല്ല അവൾ ഉദ്ദേശിച്ചത്. ദേവയാനി അമ്മ ഇപ്പൊ എപ്പോഴും അവളെ ശകാരിക്കാറും വഴക്ക് പറയുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അവൾക്ക് വലിയ വിഷമാ. ആദർശനാണെങ്കിൽ ഇപ്പം നയനെ സ്നേഹിക്കാറുമുണ്ട്. അതാ അവൾ പറഞ്ഞത്, ഒരിടത്തുനിന്ന് സ്നേഹം കിട്ടുമ്പോൾ ഒരിടത്തുനിന്ന് ദുഃഖമല്ലേ, അതാ ഈശ്വരൻ ഒരാൾക്ക് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് കൊടുക്കുന്നതിന് അവൾ ഉദ്ദേശിച്ചെന്ന് നവ്യ പറയുന്നുണ്ട്. മനസ്സിലായടി, രണ്ടവളമാരും കൂടിയിട്ട് എന്നെ ഇപ്പൊ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ അല്ല അല്ല വല്യമ്മേ, സത്യമായിട്ട് അങ്ങനല്ല പറഞ്ഞെന്ന് പറയുമ്പോൾ മനസ്സിലായി, നീയൊക്കെ ഇവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ലാത്തോളമാരാ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു കയറ്റിയതല്ലേ എല്ലാവരും. ഇവിടെ വരാൻ പോകുന്ന അനാമിക മോള ഈ വീട്ടിലെ മരുമകൾ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ദേവയാനി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളല്ല ഈ വീട്ടിലെ ആദ്യത്തെ മരുമകള്, നയനയായി വീട്ടിലെ മൂത്ത മരുമകൾ, രണ്ടാമത്തെ മരുമകൾ നവ്യ, മൂന്നാമത്തെ സ്ഥാനം മാത്രമാണ് അനാമിക എന്ന് പറയുന്നുണ്ട്. അപ്പം ദേവേനെ പറയാണ്, അമ്മ അതല്ല ഞാൻ പറഞ്ഞത്, ഇവളുമാര് രണ്ടുപേരും യാതൊരു അധികാരവും അവകാശവും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് കള്ളത്തരം കാണിച്ച് വലിഞ്ഞു കയറി വന്നോളുമാരാ. അതുപോലെയാണോ അനാമികയുടെ കാര്യത്തില്? അവൾ നല്ല അന്തസ്സും ആഭിജാതിയും ഒക്കെ ഉള്ള കുടുംബത്തിലെ പെൺകുട്ടിയാ. അവളെ കല്യാണം ആലോചിച്ച് മുറപ്രകാരം ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അവളെയാ. അതുകൊണ്ട് ഈ വീടിന് മരുമകളായിട്ട് ഞങ്ങളും അംഗീകരിക്കുന്നത് അവളെ മാത്രമുള്ളൂ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഓഹോ, അപ്പൊ എന്റെ വാക്കിന് യാതൊരു വിലയുമില്ലല്ലേ ദേവയാനി ചോദിക്കുമ്പോൾ അമ്മ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ മനസ്സിലായി, ഇനി നീ കൂടുതലായിട്ടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കോ വേണ്ടെന്ന് പറയുന്നുണ്ട്. മതി. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഒരു ബഹളം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല എന്റെ വാക്കിനൊന്നും ഇവിടെ യാതൊരു വിലയില്ല, നമ്മളൊക്കെ ഇവിടുന്ന് പോയി വൃദ്ധസ്ഥാനത്തിൽ ചേരേണ്ട സമയം കഴിഞ്ഞു എന്ന് എന്റെ മരുമകൾ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പറയുമ്പോൾ മൂർത്തി ചോദിക്കുകയാണ്, അങ്ങനെ ദേവേനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അച്ഛ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാ അനാമിക മോളല്ല, അനാമിക മോളാണ് ഈ വീട്ടിലെ മരുമകൾ, ബാക്കി രണ്ടുപേരും അവകാശമില്ലാതെ വന്ന് കയറി ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, അതിന് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അല്ല നിന്നോട് അമ്മ പലതവണ പറഞ്ഞതല്ലേ, ഇനി അങ്ങനെ പറയാൻ പാടില്ലാന്ന് പിന്നെയും പറഞ്ഞത് നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാ നീ പറഞ്ഞത്, നമ്മളൊക്കെ ഇവിടുന്ന് മാറിപ്പോകേണ്ട സമയം കഴിഞ്ഞു, ഇപ്പൊ ഇവളുടെ കയ്യിലാണല്ലോ ഭരണമൊക്കെ, ഇവളല്ലേ എല്ലാവരും തീരുമാനിക്കുന്നത്, ഈ വീട്ടിലെ മൂത്ത മരുമകൾ ആരാണെന്നും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഇവള് തന്നെയല്ലേ, നമുക്ക് ഇവിടുന്ന് പോയേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അയ്യോ സത്യമായിട്ടും അച്ഛാ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനോട് ഇങ്ങനെ കരയുന്ന കണ്ടപ്പോഴേക്കും ജയമോഹൻ ചോദിക്കുകയാണ്, എന്താ അച്ഛാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നിന്റെ ഭാര്യ ഇപ്പൊ ഇവിടെ തീരുമാനമൊക്കെ എടുക്കുന്നത്, എന്റെ ഭാര്യ പറഞ്ഞിട്ട് പോലും നിന്റെ ഭാര്യയ്ക്ക് അതൊന്നും അനുസരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏതെങ്കിലും ഒരു വൃദ്ധസ്ഥാനത്തിലേക്ക് ഞങ്ങളെ ആക്കിയാല് ഇനിയുള്ള കാലം ഞങ്ങള് സമാധാനമായിട്ട് അവിടെ ജീവിച്ചോളാം, ഇവിടുത്തെ തല്ലുമഴക്കൊന്നും ഞങ്ങൾക്ക് കാണാൻ വയ്യാന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ജയൻ ചോദിക്കുകയാണ്, എന്താ ദേവനി കേൾക്കുന്നതൊക്കെ, നീ എന്താ അച്ഛനും അമ്മയും പറഞ്ഞേ? ജയേട്ട സത്യമായിട്ട് ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും അവകാശമില്ലാതെ ഇങ്ങോട്ട് വന്നവരാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, അതിന് അമ്മ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അത് തന്നെയല്ലേ മുമ്പേ അവിടെയും സംഭവിച്ചത്. നയനമോൾ എന്താ പറഞ്ഞേ, നീ എന്താ കേട്ടെ, എന്നിട്ട് നീ എന്തൊക്കെയാ നയനമോളെ പറഞ്ഞത്? ഞാൻ ഇത്തരം പറഞ്ഞപ്പോ നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി അല്ലേ, അതുപോലെ തന്നെയാ നിന്റെ മരുമകൾക്ക് നീ പറയുമ്പോഴും അത് മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം ജയനോട് മുത്തശ്ശി പറയാണ്, മോനെ നവ്യ നയനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, അവർ പറഞ്ഞത് ഞാനും കേട്ടു, ആദർശ് ഇപ്പൊ നയനോട് നല്ല സ്നേഹത്തിലാ, പക്ഷെ ദേവയാനി അത് നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, ദേവയാനിക്കാണല്ലോ അവളുടെ സ്നേഹം ഇല്ലല്ലോ,
നവ്യ നിനക്കിപ്പോ സന്തോഷമായില്ലേ? ആദർശ് സ്നേഹിക്കുമ്പോഴും ചോദിക്കുമ്പോൾ നയനമോള് പറഞ്ഞു, എത്രയൊക്കെ ആയാലും എന്റെ അമ്മായിമ്മ സ്നേഹിക്കുന്നല്ലോ, അതെനിക്ക് ഭയങ്കര ദുഃഖം തന്നെയാ. ഒരു സൈഡും ദൈവം സന്തോഷം തരുമ്പോൾ ഒരു സൈഡും സങ്കടമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ നയനമോള്. ചീറ്റിപ്പുലി പോലെ പാഞ്ഞോണ്ട് നിന്റെ ഭാര്യ നയന എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അത് തന്നെ അവള് പറഞ്ഞപ്പോ ഞാൻ അതിൽ കയറി പിടിച്ചതാ. അവളുടെ സംസാരത്തിൽ ചെറിയ പിശക് പറ്റിയപ്പോ ഞാനും അത് പറഞ്ഞത് കയറി പിടിച്ചു. ഞാൻ പറഞ്ഞപ്പോ നിന്റെ ഭാര്യയ്ക്ക് ഇത് ഭയങ്കര സങ്കടമായി. ഇത്രയും നേരം ദേവേന നയനെ പറഞ്ഞപ്പം അവക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായെന്ന് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ല ദേവയാനി, നിനക്ക് മാത്രമല്ല മനസ്സും വേദനയും ദുഃഖവും ഒക്കെ ഉള്ളത്. നിന്റെ മരുമകൾക്കും അതെല്ലാം ബാധകമാ. ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ അനന്തപുരം തറവാടിന് തന്നെ വലിയൊരു ശാപമാ. ദയവ് ചെയ്ത് നീയായിട്ട് ഉണ്ടാക്കി വെക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, ദേവയാനി നിന്നെപ്പോലെ തന്നെ എല്ലാവരും അത് മനസ്സിലാക്കിക്കോ. ഇനി മേലാൽ ഇവിടെ നയനമോളെ ഒന്നും പറഞ്ഞു എന്റെ ചെവിക്ക് കേട്ടു പോയതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. നയന ഇങ്ങനെ സന്തോഷിക്കാൻ നവ്യ നയനോട് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിയുടെ പെർഫോമൻസ് അസലായിരുന്നു. ദാ നിന്റെ അമ്മായിമ്മ കണ്ടില്ലേ, വാലും ചുരുട്ടി പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നവ്യ ചിരിക്കാണ്. പെട്ടെന്ന് ഇത് കണ്ട് ദേവയാനി പറയാണ്, ചിരിക്ക്. ഇന്നേ വരെ എന്റെ അമ്മായിമ്മ ഒരു വാക്ക് പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാ എന്റെ അമ്മായിമ്മ ഇങ്ങനെ എന്നെ പറഞ്ഞത്. അതിനൊക്കെ കാരണക്കാരികൾ നിങ്ങളാ. നിങ്ങൾ ഒറ്റ ഒരുത്തികൾ അതിനൊക്കെ കാരണക്കാരികൾ. എല്ലാം എന്നെ കേൾപ്പിച്ചിട്ട് എല്ലാവരും മുമ്പ് നാണം കെടുത്തപ്പോ സമാധാനമായല്ലോ. എന്നിട്ട് ചേച്ചി അനുഭവം ചിരിക്കുന്നു. നിന്റെയൊക്കെ മനസ്സിനറിയ വിഷവാടി. എനിക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കുന്നില്ല. നിന്റെയൊക്കെ താണ്ടവല്ലേ ഇവിടെ, ഞാൻ പൊയ്ക്കോളാം എങ്ങോട്ടെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട്. നയന് പറയാണ്, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ അങ്ങനെ തീരുമാനം എടുക്കില്ലെന്ന് പറയുമ്പോ മാറിപ്പോടി, നീ ആരാ എന്നെ പറയാനെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവനകത്തേക്ക് പോവാണ്. നയനെ പുറകെ പോകുമ്പോഴേക്കും നവ്യ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. നീ എങ്ങോട്ടായി പോണേ? ചേച്ചി അമ്മ കണ്ടില്ലേ, അമ്മ പിണങ്ങി ഇറങ്ങിപ്പോ. നിനക്കെന്താ വല്ല വട്ടുണ്ടോ? എത്ര പ്രാവശ്യം നിന്റെ അമ്മായിമ്മ ഇതുപോലെ ഇറങ്ങിപ്പോവാൻ പോയതാ? പടിവാതിലിനപ്പുറം നിന്റെ അമ്മായിമ്മ പോയിട്ടുണ്ടോ? അതുകൊണ്ട് അതൊന്നും നീ കാര്യമാക്കണ്ട. ഈ വീട്ടിന്റെ രാജാധികാരമൊക്കെ അവർക്ക് വേണം. ഇതുപോലെ ഭരണം പിന്നെ അവർക്ക് വേറെ എവിടെ കിട്ടാനാ? അവരെങ്ങും പോകാൻ പോകുന്നില്ല. ഇതൊക്കെ നിന്നെ പേടിപ്പിക്കാനാ. നീ മൈൻഡ് ചെയ്യാതിരുന്നാലേ അവർ തന്നെ തിരിച്ചു എന്ന് പറയുന്നുണ്ട്. ചേച്ചി അങ്ങനെ പറഞ്ഞ് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? അമ്മ എങ്ങനെ ഇറങ്ങിപ്പോയാലോ? ഞാൻ പറഞ്ഞില്ല നീ പേടിക്കണ്ടെന്ന്. അമ്മ പോവില്ലടി, ഇപ്പൊ കണ്ടോളം വരാൻ പോകുന്നത്. അങ്ങനെ ദേവേനെ മുറിയിൽ പോയി ഇരിക്കുകയാണ്. കണ്ടോ, ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവാ എന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ദേവേനെ ആലോചിക്കും, ഞാനെന്തിനാ പോന്നേ? കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നവളാ. ഈ തറവാട് എന്റെയാ. ഇന്നലെ വന്ന് കയറിയവള് എന്നോട് പോകാൻ പറഞ്ഞ ഉടനെ ഞാൻ പോകാൻ പോവല്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അതെല്ലാം തിരിച്ചടുക്കി വെച്ചിട്ട് ദേവേനി നവ്യ പറഞ്ഞ പോലെ തന്നെ ഹാളിലേക്ക് വരുന്നുണ്ട്. അടുക്കളയിൽ ആരാളുള്ളത്? ഒരു കോഫി ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറഞ്ഞിട്ട്, എങ്ങനെയുണ്ട് ഇപ്പോ? നീ ഇപ്പൊ അവിടെ ചെന്ന് കരഞ്ഞു മെഴുകിയിരുന്നെങ്കിൽ അവർ ഇച്ചിരൂടെ പാവറിട്ട് ഇവിടം വരെ കൊണ്ടുവന്നതിന് കാര്യങ്ങളെല്ലാം. ഇപ്പൊ നീ പോകാത്തോണ്ട് അവര് മര്യാദയ്ക്ക് ഒതുങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ചെല്ല്, നിന്റെ അമ്മായിമ്മയ്ക്ക് കോഫി കൊണ്ട് കൊടുക്ക്, അവർ നാറ് തണുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചിയുടെ ഐഡിയ ഒക്കെ കൊള്ളാം എന്ന് നയനെ പറയുന്നുണ്ട്. അതാടി പറഞ്ഞ് നമ്മൾ ഓരോ മനുഷ്യനെയും കാണേണ്ട വിധത്തിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് നവ്യ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.